കൊടുക്കാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ. അതും കൂടെ അറിഞ്ഞിരിക്കുക. അതെല്ലാം സ്ട്രീംലൈൻ ചെയ്തെടുത്ത് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വക പ്രതികരണങ്ങൾ വരുന്നത്. ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് അറിവ് മാത്രമല്ല കൊടുക്കാൻ ഒരു സർവകലാശാലയും ഒരു VC എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നല്ല വാല്യൂസ് ഉള്ള നല്ല എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന വ്യക്തികളായിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വവും ഒരു VC എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അധ്യാപക എന്നുള്ള നിലയിലോ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. താൽക്കാലിക അധ്യാപക നിയമനം പൂർത്തിയായി. എല്ലാ ക്യാമ്പസിലും മുഴുവനായി അധ്യാപകരെത്തിയോ? കുട്ടികളുടെ കണക്കനുസരിച്ച് അതിനൊരു ഫോമുലയുണ്ട്. ആ ഫോമുല വെച്ചിട്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ സിൻഡിക്കേറ്റിൽ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ, ആയി. ഇന്നലെയും ചർച്ച ചെയ്തിട്ടാണ് ഇത് ഉണ്ടായത്. ഇനി ഒരു ഓൾ പാർട്ടി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതാലോചിച്ച് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്സേജ് പോകണം, ഇങ്ങനെയുള്ളതല്ല വിദ്യാഭ്യാസം എന്നുള്ളത്. അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്വൈസ് എടുത്ത് വേണ്ടത് ചെയ്യും. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അതെന്തോ ഇല്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ടീച്ചറിനെതിരെ ആയിരുന്നില്ല പ്രതിഷേധം, അവരുടെ തിയേറ്റർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമാണ് നടന്നതാണ് അവരുടെ വിശദീകരണം വന്നിട്ടുള്ളത്. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? അത് അവർ പറയുമ്പോൾ ഞാനത് അംഗീകരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെതിരായിട്ട് ഒരു കാര്യവും ഒരു ഡിസിഷനും ഇത്രയും നാളുകൊണ്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്നോട് എന്തിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. ഞാൻ അവിടെ വിളിച്ചു വരുത്തിയ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. എല്ലാവരെയും പൂട്ടിയിട്ട് നമ്മളെ ഇറക്കിപ്പോലും വിടാതെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇതൊക്കെ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അതിനെ കാണുന്നില്ല. അത് ഞാനല്ല ചെയ്യേണ്ടത്. പക്ഷേ അടുത്ത സിൻഡിക്കേറ്റിൽ തീർച്ചയായിട്ടും അതിനുള്ളത് വെക്കും. കാരണം ഇപ്പോൾ 2 സിൻഡിക്കേറ്റേ ആയിട്ടുള്ളൂ, അതിൽ വെക്കേണ്ടതാണ്. ഇന്നലെ ആ വിഷയവും ചർച്ച ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അത് എനിക്ക് ആ ഒരു സിൻഡിക്കേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. ഒരെണ്ണം തന്നെ ചെയ്താൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകുമായിരിക്കും. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും ഇല്ല. ചെയ്യിക്കരുത് എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും?